നമസ്കാരം. പോങ്ങനാണ്, ശുദ്ധ പോങ്ങൻ. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ബട്ടണിൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ബട്ടൺ വന്നിട്ടുണ്ട്. പുതിയ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തിയത് പുതുതായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പഴയ ബട്ടണാണ്. ഏതാണ്ട് 30,000 സബ്സ്ക്രിപ്ഷൻ നമുക്ക് സംഭവിക്കുന്ന കാലത്ത് ആ കാലം മുതൽ യൂട്യൂബ് നമ്മളോട് പറയുകയാണ്, ഈ ജോയിൻ ബട്ടൺ ഇനേബിൾ ചെയ്യൂ, ജോയിൻ ബട്ടൺ ഇനേബിൾ ചെയ്യൂ. ഇന്ന് വരെയും എനിക്കത് ചെയ്യാൻ തോന്നിയിട്ടില്ല, ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും വന്നിട്ടില്ല. അത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. അതിനു മുന്നേ നിങ്ങളിൽ അതിസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ടാവും, സാധാ സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ടാവും. ധനം ആവശ്യത്തിലേറെ സമ്പാദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകൾ ധാരാളം പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, ഈ സമൂഹത്തിലുണ്ടാവും. ആവശ്യത്തിലധികം പണം നമ്മുടെ അക്കൗണ്ടുകളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. എങ്ങനെ ചിലവാക്കണമെന്നറിയാൻ വയ്യാത്ത തരം മനുഷ്യരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ഭദ്രത അതിശക്തമായി പൊറുതിമുട്ടിക്കുന്ന ആളുകൾ ധാരാളം പേരുണ്ടാവും. അതിലെത്ര പേർ നമ്മളുടെ പോങ്ങ സമൂഹത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും കഴിഞ്ഞ 5 വർഷത്തെ എൻ്റെ ഈ സംസാര ശ്രമത്തിൻ്റെ ഭാഗമായി വളരെയേറെ തിരിച്ചടികൾ സ്വന്തമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇടത്തരം ദരിദ്രനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് ഈ 5 കൊല്ലത്തെ സംസാരം കൊണ്ട് അതിദരിദ്രനാവാൻ പറ്റി. ദാരിദ്ര്യരേഖ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, ആ രേഖയിൽ ഞാൻ കുറച്ച് കാലം ഞാനങ്ങനെ സുഖമായിട്ട് വിശ്രമിച്ചിരുന്നു. ഓരോ തവണത്തെ സംസാരം കഴിയും തോറും എൻ്റെ തലയ്ക്ക് മുകളിൽ ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത് കൂടുതൽ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ഒരു സംസാരവും എന്നെ ആ ദാരിദ്ര്യരേഖയിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരുന്നില്ല. ഞാൻ എപ്പോഴും ഒരു വിഷയത്തിൽ സമൂഹം എന്ത് ചിന്തിക്കുന്നു, സമൂഹത്തിന് ആൾക്കൂട്ടം ഏത് നിലയിൽ പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, അഭിപ്രായപ്പെടുന്നു എന്നുള്ളത് ആലോചിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തെ പരുവപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത് എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരുപാട് ഉയരത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു കച്ചവട ബുദ്ധി കുറഞ്ഞു പോയ ഒരാളായതുകൊണ്ട് എൻ്റെ സംസാരം എപ്പോഴും എനിക്ക് ഉപദ്രവമായിക്കൊണ്ടിരുന്നു. കേരളത്തിലെ ഏറ്റവും കീഴ്പോട്ട് അതിവേഗം വളരുന്ന ഒരു ചാനലായി നമ്മുടെ ചാനൽ മാറി. ഒരുപാട് പേരെ, ഒരു സംഘടിത സമൂഹത്തെയും ഞാൻ തൃപ്തിപ്പെടുത്തിയില്ല, ആരെയും ഞാൻ കൂടെ കൂട്ടിയില്ല. യഥാകാലം ഞാൻ ഓരോരുത്തരെയും പിണക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിജീവനം എന്ന് പറയുന്നത് കുറച്ച് പ്രതിസന്ധിയിലേക്ക് എത്തപ്പെട്ടു. എന്നെപ്പോലുള്ള ഒരാൾ, എൻ്റെ സാമ്പത്തിക പശ്ചാത്തലമുള്ള ഒരു വ്യക്തി ഇത്രത്തോളം അഹങ്കാര ബുദ്ധിയോടുകൂടി അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. കാരണം കീഴ്വഴങ്ങണം, എപ്പോഴും സമൂഹം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കണം, സമൂഹത്തെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും പറയരുത്, സമൂഹത്തിന് അബദ്ധം പറ്റുന്നതായി തിരിച്ചറിഞ്ഞാൽ പോലും അത് ഒരു കാരണവശാലും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പാടില്ല. എപ്പോഴും ഓരോ സംഭവത്തെയും, ഓരോ വിഷയത്തെയും ആൾക്കൂട്ടം എന്ത് വിചാരിക്കുന്നു, ആൾക്കൂട്ടം എന്തിനൊപ്പം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തലോടുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും ബുദ്ധി. ഇവിടെ തന്നെ ഞാനിപ്പോൾ പല ആളുകളെയും ഒരുപോലെ തന്നെ പിണക്കിയിട്ടുണ്ടല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ ഇവിടെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ചില മനുഷ്യർ കേന്ദ്രത്തിൽ BJP അതിശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. എന്നാൽ കേരളത്തിലെ BJP അത് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർക്കായിരിക്കും അവരുടെ സപ്പോർട്ട്. എന്തായിരിക്കും അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിയാണ്. കാരണം കേന്ദ്രത്തിലെ BJP, മോദി എന്ന് പറയുന്ന ആ മഹാമനുഷ്യനോട് സ്വാഭാവികമായിട്ടും വളരെ ആദരവുള്ള ഒരു വലിയ ഹിന്ദു പറ്റം ഇവിടെയുണ്ട്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് കേന്ദ്രത്തിലെ BJP അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുക. അതേപോലെ തന്നെ തീർച്ചയായിട്ടും കേരളത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ BJP ഒന്ന് അധപ്പതിപ്പിച്ച് താറടിപ്പിച്ച് പറയുക, അല്ലെങ്കിൽ BJP വിരുദ്ധനായി നിൽക്കുക, കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കുക. കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു എതിർപ്പുണ്ട്. അപ്പോൾ കമ്മ്യൂണിസത്തെ തള്ളക്കി വിളിക്കുക, കമ്മ്യൂണിസത്തെ ചീത്ത പറയുക എന്ന് പറയുകയും ഒപ്പം കോൺഗ്രസ്സിനെ തലോടുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു സ്വീകാര്യത ലഭിക്കും. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഞാൻ ആ വഴിക്കൊന്നും പോവാതെ വളരെ ബുദ്ധിയില്ലാത്ത ഒരു ശുദ്ധ പോങ്ങനെ പോലെ തന്നെ ഞാനങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്തു പറ്റുന്നു എന്ന് ചോദിച്ചാൽ, ദാരിദ്ര്യരേഖയിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന ഞാൻ, ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തി നോക്കിയാൽ പോലും കാണാത്തത്ര, തല ഉയർത്തി നോക്കിയാൽ എത്രത്തോളം എൻ്റെ ദീർഘദൃഷ്ടിയെ ഞാൻ അത്രമാത്രം മുനപ്പിച്ച് കൂർപ്പിച്ച് നോക്കിയാലും കാണാത്ത അത്ര ഉയരത്തിലേക്ക് ദാരിദ്ര്യരേഖ ഉയർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് ഈ ജോയിൻ ബട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിൽ കൃത്യമായി നിങ്ങളുണ്ടാക്കുന്ന സാമ്പത്തിക അവസ്ഥ അത് നിങ്ങൾ ഒരു മാസം നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങളുടെ അന്നത്തെ ആ മാസം മുഴുവനുള്ള ചിലവിനും കഴിഞ്ഞ് മിച്ചമുള്ള നിങ്ങൾക്ക് സമ്പാദ്യമായിട്ട് സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഒരു ചെറിയ ഒരു വിഹിതം, നിങ്ങൾ മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു പെഗ്ഗിനുള്ള പണം മാറ്റി വയ്ക്കുക. അങ്ങനെ എന്തിനും നിങ്ങളൊരു അമിതമായി ഭക്ഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 ദോശ കഴിക്കുന്നുണ്ടെങ്കിൽ 2 ദോശയുടെ പണം മാറ്റി വെക്കുക. എന്നിട്ട് ഇതെല്ലാം ആ ജോയിൻ ബട്ടണിലേക്ക് ഇട്ട് തരിക. അതായത് പോങ്ങ സമൂഹത്തിൻ്റെ വരിക്കാരായിട്ട് മാറുക. അപ്പോൾ എന്തു പറ്റുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ അഹങ്കാരത്തിൽ വെള്ളം ചേർക്കാതെ എനിക്ക് നാട്ടുകാര്യങ്ങളൊക്കെ അങ്ങനെ വിശദമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക പശ്ചാത്തലം ഉണ്ടാവും. വളരെ ചെറിയ ചിലവുകളേ എനിക്കുള്ളൂ, ഒരുപാട് പണമൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പെട്ടുപോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പോലും എനിക്ക് ഈ ജോയിൻ ബട്ടൺ ഇനേബിൾ ചെയ്യേണ്ട സ്ഥിതി വന്നതുപോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അമ്മയ്ക്ക് വയ്യാതെ വന്ന സമയത്ത് ഈ നമ്മുടെ ഇവരുടെ ഈ ഹോം നഴ്സിംഗ് സ്ഥാപനത്തിൽ നിന്ന് അവിടെയുള്ള ആളുകളുടെ സേവനം തേടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ മാസാമാസം അവർക്ക് കൃത്യമായിട്ടൊരു തുക കൊടുത്തുകൊണ്ടിരിക്കണം. വാസ്തവം പറഞ്ഞാൽ പലപ്പോഴും അവർക്ക് കൊടുക്കേണ്ട തുകയേക്കാൾ കുറവായിരിക്കും എനിക്ക് ലഭിക്കുന്ന വരുമാനം, യൂട്യൂബ് വരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സംസാരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് സംഭവിക്കുന്നതാണത്. പക്ഷേ എനിക്കൊരിക്കലും കഷ്ടപ്പാട് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കടന്നു പോകും. അത്യാവശ്യം എനിക്ക് നീക്കിയിരിപ്പുണ്ടാവില്ല. ഒരു മാസം എനിക്ക് കഷ്ടിച്ച് കടന്നു പോകാം, കടങ്ങളൊന്നും വാങ്ങാതെ പോകാൻ പറ്റുന്നൊരു സ്ഥിതിവിശേഷം അത്രമാത്രം ഞാൻ ചുരുക്കി ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് സാധിക്കുമായിരുന്നു. മദ്യപാനമില്ല, സിഗരറ്റ് വലിയില്ല, അല്ല മറ്റ് ദുശീലങ്ങളില്ല, ഒന്നുമില്ല. തിയേറ്ററിൽ പോയി സിനിമകൾ പോലും കാണുന്നില്ല ഇപ്പോൾ കുറേ ആയിട്ട്. അപ്പോൾ അങ്ങനെ വലിയ ചിലവുകളൊന്നുമില്ല. പിന്നെ യാത്രകൾ വളരെ ചുരുക്കമാണ്. വണ്ടിയിൽ വല്ലപ്പോഴുമൊക്കെ പുറത്തിറങ്ങേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ജീവിതം പരിമിതപ്പെടുത്തിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും ചിലവ് വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കാം, എനിക്ക് വൈദ്യുതിയുടെ ചിലവ് കുറയ്ക്കാം, എനിക്ക് വാഹനത്തിൽ കയറിയുള്ള യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് പൈസ ലാഭിക്കാം. പക്ഷേ എനിക്ക് ഒരു കാരണവശാലും ഈ അമ്മയുടെ ഈ മാസാമാസം ഇവർക്ക് കൊടുക്കേണ്ട തുക ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ വളരെയേറെ ഈ സമൂഹത്തിൽ വളരെ സാമൂഹ്യ മൂല്യം വളരെ ഉയർന്ന വലിയ സ്വാധീനശേഷിയുള്ള ചില ആളുകളെ കൂടി പിണക്കത്തിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് അവിടെ നിന്ന് നല്ല പാര വയ്ക്കുന്നുണ്ട്. അവർക്കൊക്കെ വലിയ വാട്സാപ്പ് ഗ്രൂപ്പുകളും മറ്റുമൊക്കെ ഉണ്ട്. അവരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന ഒരു വലിയ കൂട്ടവുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊക്കെ പറഞ്ഞു പോങ്ങനെ ഒന്ന് ചവിട്ടി പിടിച്ചോളാൻ. സത്യമാണ്, ഞാൻ വെറുതെ പറയില്ല കേട്ടോ, ഇതുണ്ടാക്കി പറയുന്നതല്ല. കുറച്ച് സ്നേഹമുള്ള ആൾക്കാരൊക്കെ എനിക്ക് ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. ഇത് 2014 സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടില്ല, ഫേസ്ബുക്കിലും മറ്റുമൊക്കെ. പോങ്ങനെ ലൈക്ക് കൊടുക്കരുത്, കമൻറ്റ് കൊടുക്കരുത്, പോങ്ങനെ തെറി പോലും പറയരുത്, അവഗണിച്ച് അവശനാക്കണം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അത് ആ കാലത്ത്. പക്ഷേ അത് തുടരും ഇപ്പോഴും. ഞാൻ 2016 മറ്റോ ആണ് കമ്മികളും കൊങ്ങികളും സുടുക്കളും എല്ലാവരും എന്നെ ചീത്ത പറയുന്നൊരു സാഹചര്യത്തിലേക്ക് ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ ആ അഹങ്കാരമൊന്നും എൻ്റെ സാമ്പത്തിക പരിസരത്തിൽ അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക പശ്ചാത്തലമുള്ള ഒരാൾക്ക് പറ്റുന്നതല്ല. പക്ഷേ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആത്മാഭിമാനവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന, എൻ്റെ അഹങ്കാരം ഒരിക്കലും ഞാൻ പരപുച്ഛത്തിൽ തീർത്തിട്ടില്ല. എനിക്ക് മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു പരിപാടിയില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകളെ ഗംഭീരമായിട്ട് കളിയാക്കിയതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ അവർ ഈ കൊങ്ങികളെയും സംഖ്യകളെയും ഒക്കെ അപാരമായ നിലയിൽ പുച്ഛിക്കുമ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ആളെന്ന നിലയിൽ എനിക്ക് വലിയ വിഷമം തോന്നി. അപ്പോൾ അതുകൊണ്ട് അതേ ബാധയിൽ ഞാൻ കമ്മികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. കാരണം സംഖ്യകളുടെ തലോടൽ കിട്ടുന്നുണ്ട്, കൊങ്ങികളുടെ തലോടൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കമ്മികളെ മാത്രം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കൊങ്ങികളെയും ഞാൻ വിമർശിച്ചു, സംഖ്യകളെയും ഞാൻ വിമർശിച്ചു, സമുദായ നേതാക്കന്മാരെ വിമർശിച്ചു, സമുദായങ്ങളെ വിമർശിച്ചു. അങ്ങനെ എല്ലാ തരത്തിലുള്ള കൂട്ടായ്മകളെയും സംഘടിത ശക്തികളെയും ഞാൻ വിമർശിച്ചതോടുകൂടി പെട്ടുപോയി. അപ്പോൾ എനിക്ക് ജോയിൻ ബട്ടൺ ഇനേബിൾ ചെയ്യേണ്ട സാഹചര്യം വന്നു. സാധ്യമാകുമോ എന്നുള്ളത് ആലോചിക്കണം. വയസ്സ് ഈ ഒരു പ്രായത്തിലേക്ക് വന്നതുകൊണ്ട് മധ്യവയസ്സിലേക്ക് എത്തി, നര വന്നു. എനിക്കിനി ഒരു ജോലിക്ക് പോകാൻ എളുപ്പമല്ല, ജോലി തരില്ല ആരും. ഞാൻ പരസ്യമേഖലയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അതിന് മുന്നേ വെബ് ഡിസൈനിങ് ആയിരുന്നു. അപ്പോൾ ഈ രണ്ടിടത്തും എനിക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് തിരിച്ച് കടന്നു വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് മാത്രം വരുമാനമല്ല അത്, ശരിക്കും ഒരു വരവ് ഉണ്ടാകുന്നു. അതിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതം കഷ്ടിച്ച് കഴിച്ചും പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ഒരു നിസ്സഹകരണം ആളുകളിൽ നിന്ന് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ആർക്കെങ്കിലും ഇത്രയും കാലത്തെ സംസാരം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ സാമ്പത്തികമായി
ഒരു ശക്തരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തരുന്ന തുച്ഛമായ മാസാമാസം തുച്ഛമായി തരുന്ന ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നൽകുന്ന ചെറിയ തുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പരിക്ക് പറ്റിക്കില്ലെങ്കിൽ, നിങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനോ സ്വസ്ഥതയ്ക്കോ സമാധാനത്തിനോ ഒരു തരത്തിലുള്ള കേടും വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സഹകരണം ഉണ്ടാവണം. എങ്കിൽ വലിയൊരു ഭാഗ്യമാണത്. എനിക്കൊരു വലിയ അതിജീവിക്കാൻ വലിയ പാടാണല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും എൻ്റെ വരവിൽ കൂടുതലായിട്ട് എനിക്ക് വന്നു പോയാൽ ഉറപ്പായിട്ടും അത് അർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കോളും. ഞാനതിന് അത് എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു എന്ന് പറയില്ല. അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കലർന്ന് കിടക്കുന്നതായതുകൊണ്ട് ആർക്കെന്ത് ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി കൊടുക്കുന്ന ഒന്നിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജീവിച്ചു പോകാൻ വേണ്ടുന്ന എൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹകരണം നിങ്ങളിൽ നിന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് ഈ ചാനലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പോക്കിന് ഗുണം ചെയ്യുമെന്ന് ഞാൻ പറയില്ല. അല്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടുള്ള എൻ്റെ പോക്കിന് ഗുണം തന്നെ സംഭവിക്കുകയുള്ളൂ. കാരണം എൻ്റെ ശൈലിയൊന്നും ഞാൻ മാറ്റാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി സമാധാനമായിട്ട്, കുറേ കൂടി ആവേശഭരിതനായി, കുറേ കൂടി വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ദയവായി ഞാൻ ഒരു ഭിക്ഷാടന ഒരു മോഡിലേക്ക് മാറിപ്പോയി എന്നുള്ള പരിഹാസം പാടില്ല. അതിജീവിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു അന്വേഷണം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് ഒരു തരത്തിലുമുള്ള ഒരു ദുർവ്യാഖ്യാനവും നൽകരുത്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരിക എന്ന് പറയുന്ന ഒരാളുടെ കഴിവുകേട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു ദുർഗതിയായിട്ടും വിചാരിക്കുന്നില്ല. അങ്ങനെ ആരായാലും, അത് ഞാനെന്നല്ല, ഏത് വ്യക്തി സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും അത് ഈ സമൂഹത്തിൻ്റെ കെടുതിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നേക്കാൾ അതിദരിദ്രരായിട്ടുള്ള ആളുകളോട് സ്വാഭാവികമായിട്ടും എപ്പോഴും ഒരു കുറ്റബോധം നിറഞ്ഞിട്ടുള്ള സമീപനമേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും സാധ്യമാകുന്ന നിലയിൽ സഹകരണ ബുദ്ധി പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്കൊപ്പം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എങ്കിൽ അതൊരു വലിയ നല്ല കാര്യമായിരിക്കുമെന്ന് പറയുന്ന ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നേഹം. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സന്തോഷം. അപ്പോൾ ജോയിൻ ബട്ടൺ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. സ്നേഹം.